ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ നമ്മളെ പെട്ടി കെട്ടിയതൊക്കെ ഇറക്കി പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഓട്ടോ വന്നിട്ട് അതിലേക്ക് ലഗേജൊക്കെ കയറ്റാണ്. പൊന്തുന്നില്ല. ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഇതെന്തോ ഒടിഞ്ഞ വെയിറ്റാണ് എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാത്തോട്ടം ടാറ്റ ബൈ ബൈ പറയുകയാണ്. മാത്തോട്ടമല്ല, കോഴിക്കോട് തന്നെ. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അതാ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കയറി. അതാ ട്രെയിനൊക്കെ നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കയറിയ പാടെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വിശപ്പിന് അവിടെ ഭാഗ്യവശാൽ ബിരിയാണിയൊക്കെ നോക്കി ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ വെയിറ്റ് നിൽക്കല്ലേനു. അങ്ങനെ ട്രെയിനിൽ നിന്ന് നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടി. ഞാനതൊക്കെ എന്തായാലും ഫുള്ളാക്കി കഴിച്ചു. വേഗം ആ പരിപാടി അവിടെ വഹിച്ചിട്ടോ എന്തായാലും. പിന്നെ മോനിക്കും കുറച്ച് കൊടുത്തു, വാരി കൊടുത്തു. പിന്നെ അങ്ങനെ ട്രെയിനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കണ പണിയായിരുന്നു. അങ്ങനെയല്ല, ബാത്റൂമിൽ പോയില്ല, കൈ കഴുകാനൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പണിയാണ് കേട്ടോ. തീറ്റ മത്സരം എന്ന് തോന്നുന്നു ട്രെയിനിൽ നിന്ന്. എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, ഫുഡ് കഴിക്കാനുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നാത്തൂന് എള്ളുണ്ട എന്താണ് തരിയുണ്ട അതൊക്കെ കൊണ്ടുവന്നതിനു. പിന്നെ അതുപോലെ വേറെ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. നമ്മൾ കല്ലായി മുതൽ തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ട്രെയിനിൽ കയറിയത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നുന്നത്. ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഇങ്ങനെ നുറുക്കി കഴിക്കണ പണിയായിരുന്നു. പിന്നെ ഇത് ഭാരതപ്പുഴ എത്തി. അങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുന്നു. 3 മണിക്കൂറോ കൊണ്ട് നമ്മൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരുത്തർ കഴിക്കൽ. സമൂസ കൊണ്ടുവന്നിരുന്നു നാത്തൂന്. അങ്ങനെ എല്ലാവർക്കും ഓതി വെക്കണ പണി. നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഫോട്ടോസൊക്കെ കുറേ എടുത്ത് അങ്ങനെ പിന്നെ തീറ്റേനു അവിടെ എത്തണ വരെ. എല്ലാവരും ഒരു ബോഗി തന്നെയായിരുന്നു. ഒരു ടീം മാത്രമേ ഉള്ളൂ അടുത്ത ബോഗി. പക്ഷെ നമുക്ക് അവിടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ എല്ലാവരും ഓരോന്ന് കൊണ്ടുവന്നതിനോണ്ടാണ് ഇത്രയും ഫുഡൊക്കെ ആയിപ്പോയത്. ഞാനൊരു കളിയാക്കരുത് കേട്ടോ, നിങ്ങൾ തിന്നാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ട്രെയിനിലാണെങ്കിലും അങ്ങനെ ഓരോന്ന് സംഭവം കൊണ്ട് തന്നെ അങ്ങനെയൊന്നും നമ്മൾ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അലുവ എത്താനായപ്പം വേഗം പെട്ടിയൊക്കെ നമ്മൾ മടിയിൽ തന്നെ വെച്ചിട്ട് ഭയങ്കര പേടി സംഭവം. എല്ലാവരും ലഗേജ് ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഇറക്കണ്ടേ. ആകെ 2 മിനിറ്റ് നിർത്തുള്ളൂ. ആലുവാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ എത്താനായപ്പോൾ ഓരോരുത്തർ ലഗേജൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. ഉപ്പനൊക്കെ ഇറക്കണ്ടേ നമ്മൾ താഴെ ഇങ്ങനെ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ വേഗം തമ്പ തന്നെ വന്ന് നിൽക്കാൻ കേട്ടോ സ്റ്റേഷനിൽ എത്താൻ നേരത്ത്. അങ്ങനെ എൻ്റെ വീഡിയോയിലേക്ക് പോസ്റ്റ് ചെയ്യണ ആൾ. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഒന്നാമത് നമ്മൾ ഇറങ്ങണതല്ല, ഈ ലഗേജൊക്കെ വേഗം ഇറക്കണ്ടേ, അതിൻ്റെ ആ ഒരു ടെൻഷനായിരുന്നു എല്ലാവർക്കും. അപ്പം നമ്മളിതാ ആലുവാപ്പുഴ എത്തി കേട്ടോ. അങ്ങനെ ആലുവൊക്കെ ഇറങ്ങിയപ്പം കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ലഗേജൊക്കെ ഇറക്കിയിട്ടുള്ള ആ ഒരു ക്ഷീണമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അതും പിടിച്ച് എല്ലാവരും നടത്താൻ തുടങ്ങി. പിന്നെ നമുക്ക് ട്രാവലറൊക്കെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അവിടെ. അതിനോണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു. നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലല്ല കേട്ടോ ഇറങ്ങിയത്, ആലുവയിലാണ് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ട്രാവലർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് അവരെ ഏൽപ്പിച്ചിരുന്നു, അവിടുത്തെ ഷെമിത്ത ഏൽപ്പിച്ചിരുന്നു നമുക്ക് പോകാനുള്ള. അങ്ങനെ ഉമ്മൻ്റെ അനിയത്തി അങ്ങനെ നമ്മളെല്ലാവരും അല്ലേ കയറാണ്. പക്ഷേ ഇത്താത്തയും അളിങ്കയ്ക്കും മോളും ഓട്ടോ കയറി. നമ്മൾ ലഗേജ് ഒരുപാടുണ്ട്. എല്ലാവരും തലയിൽ വെക്കേണ്ടി ഗതികേട് വന്ന് അത്രയും ലഗേജ് ഉണ്ടല്ലോ. അതൊക്കെ കുട്ടി ട്രാവലോ ആയിപ്പോയി. എല്ലാവർക്കും ഇരിക്കും വേണം. അങ്ങനെയൊക്കെ ആയിട്ട് തലയിൽ വരെ എത്തിയെന്ന് പറയാം ലഗേജൊക്കെ.
പക്ഷെ നല്ല ഹരം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു നമുക്കൊരു ഇതാണല്ലോ, സന്തോഷമാണല്ലോ. ഇതാ അവരെ വീടെത്തിട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എത്തിയിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ കൂടി എല്ലാവരും ഒന്ന് ചെറുങ്ങനെ ടയേർഡായി. കാരണം ഈ ട്രാവലറിലൊക്കെ ഇങ്ങനെ തിക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തോ ഒരു മാതിരിയല്ലേ. അപ്പോൾ കുറച്ചൊന്ന് ക്ഷീണം പറ്റി. ഇതാണ് കേട്ടോ വീട്, അവരുടെ വീട്, ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീടാണിത്. അങ്ങനെ ഇവിടെ എല്ലാവരും എത്തി. ലഗേജൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് എല്ലാവരും ആ ഒരു എന്താണ് വേണ്ടിയവരൊക്കെ എടുത്തോളി എന്നുള്ള ലെവലിലായിപ്പോയി എല്ലാവരും. അങ്ങനെ ആ ഒരു കൂട്ടർ അവിടെ പോയിട്ട് കിടന്ന് അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പം ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം. നമ്മളവിടെ പോയപ്പോൾ തന്നെ കല്യാണ വീടായിട്ടോ. ആ വീട് നിറഞ്ഞെന്ന് പറയുക. അങ്ങനെ ഇന്നാണ് അറബിക് നൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് കാണട്ടോ. അപ്പോൾ ഇപ്പം ഇതാ വന്ന അടുത്ത് തന്നെ നല്ല ചായയും ഉണ്ണിയപ്പമൊക്കെ കിട്ടി നമുക്ക്. കല്യാണ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.